അതുപോലെ ഒരുപാട് സിനിമകൾ ഈ അടുത്ത കാലത്തൊക്കെ തന്നെ കശ്മീർ ഫയൽസ് പോലെ, കേരള സ്റ്റോറി പോലെ, ചാവ പോലെയുള്ള എത്രയോ സിനിമകൾ ഇത്തരത്തിൽ മറുപക്ഷത്തിന് ഇഷ്ടമില്ലാത്ത പ്രമേയങ്ങളുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ അമ്മമാരും കൂടെ പറഞ്ഞിട്ടാ ഞാനേക്കെതിരെ സാക്ഷി പറഞ്ഞത്. കൊടുക്കാൻ ഞാൻ മാത്രമായിരുന്നു പറഞ്ഞേക്കാം. അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശരിയാ. പക്ഷേ അതിനപ്പുറത്തേക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്ത ഒരു സിനിമയ്ക്ക് കട്ട് ചെയ്തു വേണം അത് ഇനി പ്രേക്ഷകരിലേക്ക് മുന്നിലേക്ക് എത്താനെന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ഞാൻ കാണിച്ചത് ചെറ്റത്തരം, മണ്ടത്തരം. ഞാൻ അനുഭവിച്ചോളാം. അപ്പോ അവിടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഇന്നലെ RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ തന്നെ ഏത് രീതിയിലാണ് ഈ പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയും ഒക്കെ എഴുതിയതെന്നുള്ളത് നമുക്കറിയാവുന്ന. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അത് യുവമോർച്ച ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ ഗണേശന്റെയാണ്. അതിന്റെ 2 വരി കൂടി പറയാം. എമ്പുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണം. ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ്. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. ഒരു മര്യാദ വേണ്ടേ? കുരുതിയും ജനഗണമനയും എമ്പുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്ന കഥാതന്തുവാണ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഭയങ്കരം തന്നെ. അപ്പൊ എവിടേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു